കുന്നിൻ ചെരുവിലൊറ്റപ്പെട്ട് മരങ്ങൾ തിങ്ങിനിറഞ്ഞ ഒരു കൊടുമനത്തിന്റെ വക്കിൽ അവിടെയുണ്ടായിരുന്നു ഒരു പഴയ വീട്. ആരും അങ്ങോട്ട് പോകാറില്ല, സൂര്യന്റെ വെളിച്ചം പോലും മടിക്കുന്നൊരിടം. ആ വീടിന്റെ ചുമരുകൾക്ക് ജീവനുണ്ടെന്ന് നാട്ടുകാർക്കിടയിൽ ഒരു കഥയുണ്ടായിരുന്നു. നിഴൽ മതിൽ എന്നാണ് ആ വീടിന്റെ അപരനാമം. ആളൊഴിഞ്ഞ ആ വീട്ടിൽ വിജയ് എന്ന ഒരു യുവ എഴുത്തുകാരൻ താമസിക്കാനെത്തി. ഏകാന്തതയും ശാന്തതയും തേടിയാണ് അവൻ വന്നത്. ആദ്യമൊക്കെ അവന് സമാധാനമായിരുന്നു. പക്ഷേ രാത്രിയുടെ നിശബ്ദതയിൽ ഭിത്തികളിൽ നിന്ന് നേരിയ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ചുമരുകൾക്കുള്ളിൽ എന്തോ ഇഴയുന്നതുപോലെ, അല്ലെങ്കിൽ ശ്വാസമെടുക്കുന്നതുപോലെ. ഒറ്റയ്ക്കായിരുന്ന അവന്റെ മുറിയിൽ ഒരു ദിവസം അവൻ ശ്രദ്ധിച്ചു. അവൻ വരച്ച ഒരു ചിത്രത്തിൽ അവൻ ഒരിക്കലും വരയ്ക്കാത്ത ഒരു നിഴൽ രൂപം. നേർത്ത കറുത്ത ഒരു നിഴൽ ചിത്രത്തിലെ രൂപങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. അവൻ അത് മായ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഭിത്തിയിലെ ശബ്ദങ്ങൾ കൂടി വന്നു. അവന്റെ എഴുത്ത് മേശയുടെ നേരെ മുന്നിലുള്ള ചുമർ രാത്രിയായാൽ നേരിയ ഇരുട്ടിലേക്ക് മാറാൻ തുടങ്ങി. അതിന് ഒരുതരം ആഴം, ഒരു ശൂന്യത കൈവരുന്നു. അത് ഒരു മതിൽ എന്നതിലുപരി മറ്റേതോ ലോകത്തേക്കുള്ള കവാടം പോലെ തോന്നി. ഒരു രാത്രി കറന്റ് പോയി. മുറിയിൽ കനത്ത ഇരുട്ട്. വിജയ് ടോർച്ച് തെളിച്ച് ഭിത്തിയിലേക്ക് വെളിച്ചമടിച്ചു. അപ്പോൾ കണ്ട കാഴ്ച അവനെ മരവിപ്പിച്ചു കളഞ്ഞു. അവൻ നോക്കി നിന്ന ചുമർ ഒരു കണ്ണാടി പോലെ അവന്റെ പ്രതിബിംബം കാണിക്കുന്നു. പക്ഷേ ആ പ്രതിബിംബത്തിൽ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. അവന്റെ പുറകിൽ, അവന്റെ തോളിൽ കൈവച്ച് ഒരു കറുത്ത രൂപം. അതിന് മുഖമില്ലായിരുന്നു, വെറും ഇരുണ്ട ഒരു നിഴൽ മാത്രം. വിജയ് ഞെട്ടി തിരിഞ്ഞു നോക്കി. ആരുമില്ല, പക്ഷേ ചുമരിലെ കണ്ണാടി മാറിയ നിഴലിൽ അവന്റെ പ്രതിബിംബം ഇപ്പോഴും ഉണ്ട്. ആ രൂപം അവന്റെ പ്രതിബിംബത്തെ നോക്കി ചിരിക്കുന്ന പോലെ അവൻ തോന്നി. ഒരു നേർത്ത ആഴമേറിയ ചിരി. അവൻ ശ്വാസം കിട്ടാതെ ഭിത്തിയുടെ അടുത്തേക്ക് പോയി. ആ ചുമര് അവന്റെ മുന്നിൽ വെച്ച് വികസിക്കാൻ തുടങ്ങി. അതിനുള്ളിൽ നിന്ന് തണുത്ത ഒരു കാറ്റ് അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഭിത്തിക്കുള്ളിൽ അവന്റെ പ്രതിബിംബം മാഞ്ഞുപോയി. പകരം അനേകം മുഖങ്ങൾ, അലറിക്കറിയുന്ന മുഖങ്ങൾ അവന്റെ നേർക്ക് കൈനീട്ടുന്നു. ആ ഭിത്തി അവനെ ഉള്ളിലേക്ക് വലിക്കുന്നതുപോലെ തോന്നി. അവൻ പിന്നോട്ട് മാറാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കാലുകൾ നിലത്ത് ഉറച്ചുപോയിരുന്നു. ചുമരിലെ മുഖങ്ങൾ അവനെ നോക്കി ചിരിച്ചു. അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു. ഒടുവിൽ ആ വീട്ടിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. പിന്നെ നിശബ്ദത. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ ആ വീടിന്റെ അടുത്തുകൂടി പോയപ്പോൾ ജനലിലൂടെ അകത്തേക്ക് നോക്കി. വിജയുടെ എഴുത്ത് മേശയും സാധനങ്ങളുമെല്ലാം അവിടെയുണ്ടായിരുന്നു. പക്ഷേ അവൻ മാത്രം എവിടെയും ഉണ്ടായിരുന്നില്ല. അവിടെ അവൻ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകത്തിൽ അവസാനമായി അവൻ എഴുതിയ വരികൾ: ചുമരുകൾക്ക് ജീവനുണ്ട്, അവർ സംസാരിക്കുന്നു, ഇപ്പോൾ ഞാൻ അവരുടെ ഭാഗമാണ്, അവരുടെ നിഴലാണ്. ആ വീട്ടിലെ ഒരു ചുമരിൽ നേരിയൊരു ഇരുണ്ട രൂപം കണ്ടു. അത് വിജയ് ആണോ? ആർക്കും അറിയില്ല. പക്ഷേ ഇപ്പോഴും രാത്രിയിൽ ആ വീട്ടിലെ ചുമരുകൾക്ക് പിന്നിൽ നിന്നും നേർത്ത തേങ്ങലും സംസാരവും കേൾക്കാമെന്ന് ചിലർ പറയുന്നു.